വണ്ടിയിൽ നിന്ന് കഞ്ചാവും മദ്യക്കുപ്പിയും എടുത്തെന്നാരോപിച്ച് തോട്ടുമുക്കത്ത് അർദ്ധരാത്രിയിൽ വീട് കയറി വയോധികയെയും മകനെയും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തോട്ടുമുക്കം ഭഗവതിപ്പറമ്പിൽ ചന്ദ്രന്റെ 82 വയസ്സുള്ള മാതാവ് ജാനകി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അർദ്ധരാത്രിയിൽ വീടുകയറി മകനെയും പ്രായമായ അമ്മയെയും ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. തോട്ടുമുക്കം ഭഗവതിപ്പറമ്പിൽ ചന്ദ്രൻ, ഇയാളുടെ 82 വയസ്സുള്ള മാതാവ് ജാനകി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്തു. തോട്ടുമുക്കത്ത് ഓട്ടോ ഓടിക്കുന്ന പനമ്പളാവ് സ്വദേശി കരിക്കൂട്ടത്തിൽ ഷാലുമോൻ, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഓഗസ്റ്റ് 4 പുലർച്ചെ 1 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ചന്ദ്രനും കുടുംബവും താമസിക്കുന്ന ഭഗവതിപ്പറമ്പിൽ വീടിൻ്റെ തിണ്ണയിലേക്ക് പ്രതികൾ അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് ചന്ദ്രനെ അസഭ്യം പറയുകയും വഴി തടസ്സപ്പെടുത്തി കഴുത്തിന് പിടിച്ച് തള്ളുകയും തകര ഷീറ്റ് കൊണ്ട് ക്രൂരമായി അടിക്കുകയും ചെയ്തു. തടയാനെത്തിയ മാതാവ് ജാനകിയെയും പ്രതികൾ മർദ്ദിച്ച് തള്ളിമാറ്റി. മറ്റൊരു വാഹനത്തിൽ നിന്ന് കഞ്ചാവും മദ്യക്കുപ്പിയും എടുത്തത് ചന്ദ്രനാണെന്ന തെറ്റിദ്ധാരണയെ തുടർന്നാണ് ആക്രമണമെന്നാണ് വിവരം. വണ്ടിയിൽ നിന്നുള്ള കഞ്ചാവും കുപ്പിയും എവിടെ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ തടഞ്ഞു നിർത്തൽ, അതിക്രമിച്ച് കയറൽ, മർദ്ദനം, അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഭാരതീയ ന്യായ സംഹിത 126/2, 329/4, 115/2, 118/1, 296B, 3/5 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. മുക്കം എസ്.ഐ കെ സിദ്ദിഖനാണ് അന്വേഷണ ചുമതല. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.